ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയോട്ട് പോവാം. ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമുക്ക് സ്റ്റോറിക്ക് പോവാം. ഒരു ഗേൾ ഇങ്ങനെ ബെഞ്ചിലടെ ഇരുന്ന് സാഡായിട്ട് ഇരിക്കുകയായിരുന്നു നമ്മളെ ഹീറോയിൻ. അത് നമ്മളെ ഹീറോയായിരുന്നു. വില്ലേജ് സൈഡ് സ്റ്റോറിയാണിത്. ഞങ്ങൾ ഹീറോ സാഡായിട്ടുണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ട്. ഒരുപാട് സാഡായിരുന്നു. അങ്ങനെ നമ്മളെ ഹീറോയിൻ്റെ ഫ്രണ്ട് വന്നായിരുന്നു. എന്താ മച്ചേ ഒരുപാട് സാഡായിട്ടുണ്ടോ എന്ന് ഹീറോയിനോട് കേട്ടായിരുന്നു. അങ്ങനെ ഹീറോയി പറയായിരുന്നു, എന്താണ് ചെയ്യുക, നമ്മളിപ്പോൾ +2 ആണ് പഠിക്കുന്നത്, നെക്സ്റ്റ് നമുക്ക് കോളേജ്, അതൊക്കെ ഇപ്പോൾ എന്താ ചെയ്യുക എന്ന് ഹീറോ സാഡായിട്ട് പറയായിരുന്നു. ഇത് കേട്ട് ഹീറോയുടെ ഫ്രണ്ട് ഷോക്കായിരുന്നു. അത് ശരിയടി, അത് നമുക്ക് +2 കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് കല്യാണം ചെയ്യുമല്ലടി, ഇപ്പം എന്താ ചെയ്യുക എന്ന് ഹീറോയിൻ്റെ ഫ്രണ്ട് പറയായിരുന്നു. അതടി പ്രശ്നം. നിനക്കറിയോ നമ്മളെ ഫ്രണ്ട് ജോ, അവൾക്ക് കല്യാണം എന്ന് പറഞ്ഞാൽ അതെ ജോ, അങ്ങനെ ജോക്ക് കല്യാണോടി എന്ന് പറയായിരുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. എന്താണ് പറയാ? മറന്നോ നിനക്ക്? അമ്മ പറയാൻ വന്നത്. ഓ അതടി, അമ്മ പറഞ്ഞില്ല, ജോക്ക് എൻഗേജ്മെൻ്റ് ആയിടി, നെക്സ്റ്റ് വീക്കിൽ മാരേജ്. ഇത് കേട്ട് ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ആരെ കൂടെ മാരേജ്? ഗ്രാമത്തലവനില്ലേ, തലവൻ്റെ മകനെ കൂടെ. എടി അവനൊരു പ്ലേ ബോയ് എടി, അവനക്ക് നിറയെ ഗേൾസിന്. നിനക്കറിയോ അപ്പുറത്തെ ഗ്രാമത്തിൻ്റെ ലക്ഷ്മിൻ്റെ കൂടെ കറങ്ങുന്നു പറഞ്ഞിട്ട് ലക്ഷ്മി കൂടെ അവന് ഡുവേറ്റ് പാട്ട് ചെയ്യുന്നതല്ലേ പറഞ്ഞ. ഞങ്ങൾ 3 പേരല്ലേടി. ജോ ഞങ്ങളെ ഫങ്ഷനൊക്കെ അപ്പുറത്തെ വീട് ഗ്രാമത്തേക്ക് പോകുമ്പോൾ അപ്പുറത്തെ ഗ്രാമത്തലവൻ്റെ മകളെ കൂടെ അപ്പുറത്തെ ഒരു റൂമിൽ പോയി നമ്മളെ കണ്ടത്. അവർ എന്തെല്ലാം ചെയ്ത് നമ്മളെ 3 പേരും നോക്കിയ. ഇല്ലടി, അവർ രണ്ടുപേർ റൊമാൻസ് ചെയ്ത് നമ്മളെ 2 കണ്ടില്ലങ്ങ് നോക്കിയ. അതവൾക്ക് അറിയില്ലേ? ഇല്ലടി, വേറെ വഴിയില്ലടി, ഒരേ ഒരു വഴി, നമ്മൾ ഇവിടുന്ന് മുങ്ങുന്നതാ. ഇത് പറഞ്ഞ് ഷോക്കായിരുന്നു. അതെ മച്ചി, വേറെ വഴിയില്ല, അതൊക്കെ ഒരേ ഒരു വഴി. എന്താ? ജോൻ്റെ വീട്ടിലേക്ക് പോവാ. ജോൻ്റെ വീട്ടിൽ പ്രശ്നമോടി. ജോൻ്റെ അമ്മ ഞങ്ങൾ പോവാ വീട്ടിൽ. അങ്ങനെ ജോൻ്റെ വീട്ടിൽ വന്നായിരുന്നു. ജോൻ്റെ അമ്മ ഒരുപാട് സാഡായിരുന്നു. ആൻറ്റി എന്ന് പറഞ്ഞായിരുന്നു. ആരാ ഇത്? ജോൻ്റെ ഫ്രണ്ട്സ് വന്നായിരുന്നല്ലോ. ജോ, നിൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടോ? ആൻറ്റി, എനിക്ക് ആൻറ്റിയിൽ കുറച്ച് സംസാരിക്കണം എന്ന് പറയുന്നു. ജോൻ്റെ അമ്മയെ വിളിച്ചു വരുന്നു. അങ്ങനെ ജോൻ്റെ അമ്മ മാത്രമല്ല, ഇങ്ങനെ 3 ഹീറോയിൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ്റെ അമ്മയും ഉണ്ടായിരുന്നു, പിന്നെ ബാക്കി ഫ്രണ്ട്സിൻ്റെ അമ്മ, ജോൻ്റെ ഫ്രണ്ടിൻ്റെ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടും എൻ്റെ 2 പേര്, 3 പേര് അമ്മയായിരുന്നു അവിടെ സംസാരിക്കണം. അങ്ങനെ 3 റൂമിൻ്റെ അകത്ത് പോയിരുന്നു സംസാരിക്കണം. അതെ, ഇവിടെ ഉണ്ട്, നമുക്ക് പ്രശ്നമാവും, നമ്മൾ ഇവിടുന്ന് മുങ്ങാം എന്ന് ജോൻ്റെ അമ്മയോട് പറഞ്ഞാൽ ജോൻ്റെ അമ്മ പറയും, എന്താ ഞങ്ങളുടെ ഹസ്ബൻഡ് ബാക്കി വെക്കല, ഇവിടെ നിന്ന് പോയാൽ അതൊക്കെ ഇപ്പം എന്താ ചെയ്യുക? ജോ പറഞ്ഞായിരുന്നു, അതൊക്കെ ഒരു പ്ലാനുണ്ടോ ആൻറ്റി, അവൻ കൂടെ എൻഗേജ്മെൻറ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞായിരുന്നു. ഇത് കേട്ട് ഷോക്കായിരുന്നു ജോൻ്റെ അമ്മ. എന്തമ്മ നീ പറഞ്ഞേ? ആൻറ്റി, ഞാനൊരു ഐഡിയ വെച്ചിട്ടുണ്ട് ആൻറ്റി, ഞങ്ങളൊരു ഐഡിയ വെക്കാം, അവൻ കൂടെ കല്യാണം കഴിക്കേണ്ട, അതൊക്കെ ഞങ്ങൾ വേറെ ഒരു പ്ലാൻ വെക്കുന്നുണ്ട് ആൻറ്റി. എന്താ നീ പറഞ്ഞത്? ആൻറ്റി, അവൻ നല്ല കാര്യമല്ല, നമ്മ 3 പേരാ ഒരിക്കൽ പോയിരുന്നു അപ്പുറത്തെ നാട്ടിട്ട് ഗ്രാമത്തലവൻ്റെ മോളെ കൂടെ ജലസ ചെയ്തിട്ട് വെച്ചിന് ഇവന്. അതുമാത്രമല്ല, അവൻ കുറേ ഗേൾസിനും കൂടെ ഇരുന്നായിരുന്നു. അതുകൊണ്ട് ഇവൻ ഇവന് കല്യാണിപ്പിന്. അതെ, അതൊക്കെ ഇപ്പം എന്താ ചെയ്യുക? ഞങ്ങൾ പ്ലാൻ ചെയ്യാം, അവനക്ക് മാരേജ് നടക്കാൻ പാടില്ല, നടക്കാൻ പോകുമ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് പ്ലാൻ വെക്കുക എന്ന് പറഞ്ഞായിരുന്നു. ശരി, ഓക്കെ ആയിരുന്നായിരുന്നു. ജോക്ക് ഒരുപാട് സാഡായിരുന്നു. എടി, എൻ്റെ മാരേജ് മുടങ്ങി, എന്ത് ചെയ്യാ? ഞാൻ സ്വാമിജിന് ശരി, ഞങ്ങൾ സ്വാമിജി വെച്ചിട്ടുണ്ട്, ആ സ്വാമിജി വെച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ജോ പറയായിരുന്നു, എന്തടി സ്വാമിജിയാ? അതേ മച്ചി, ആ സ്വാമിജി വേറെ ആരുമല്ല. ജോക്ക് ഷോക്കായിരുന്നു. ആരടി ആ മഹാ ആരാ എന്ന് പറയായിരുന്നു. ജോൻ്റെ അമ്മേനെ നോക്കിയായിരുന്നു. ജോൻ്റെ അമ്മ, അയ്യോ ഞാനാ? അതെ ആൻറ്റി, നിങ്ങൾ സൂപ്പർ ആക്ടിങ് ചെയ്യൂ ആൻറ്റി, പ്ലീസ് ആൻറ്റി, നിങ്ങളെ മോക്ക് വേണ്ടി ചെയ്യാൻ പറ്റില്ല ആൻറ്റി, പ്ലീസ് ആൻറ്റി എന്ന് ജോൻ്റെ അമ്മ എന്നോട് കെഞ്ചായിരുന്നു. അതെ, ഞങ്ങൾ പറയാൻ മറന്നുപോയി. ജോൻ്റെ അമ്മ ഭയങ്കര ആക്ടിങ്, വോയിസ് മാറി നല്ല സൂപ്പറായിട്ട് ആക്ടിങ് ചെയ്യും. അതുമാത്രമല്ല, ഒരു 3 പേര് അമ്മ സൂപ്പർ ആക്ടിങ് പറഞ്ഞ്. അതെ, അതുമാത്രമല്ല, ഹീറോയിൻ്റെ അമ്മ പറഞ്ഞ ഒരു മന്ത്രം മാറി ഒരു ആക്ടിങ് ചെയ്യും. അതുമാത്രമല്ല, ജോൻ്റെ അമ്മയും ആക്ടിങ് സൂപ്പർ ഒരു ആക്ടിങ് ചെയ്യും. 3 പേര്. ശരി, ഞങ്ങൾ ആക്ടിങ്. ജോൻ്റെ അമ്മ ഭയങ്കര കില്ലാടിയായിരുന്നു. ഞാനാണ് മന്ത്രവാദി, നിങ്ങൾ 2 പേരും എൻ്റെ ശിഷ്യൻ, ഓക്കെ അല്ലേ? ഓക്കെ എന്ന് പറയുന്നു. ജോൻ്റെ അമ്മ പറഞ്ഞു, ഒരു 3 പേർ പ്ലാൻ ചെയ്ത് മതി, ഒരു മന്ത്രവാദി പറഞ്ഞു. ഹീറോയി പറയുന്നു, അച്ഛാ ഒരു മന്ത്രവാദി, അമ്മയുടെ. അങ്ങനെ അമ്മ പറഞ്ഞിട്ട് 3 പേര് അമ്മമാർ
ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞവർ പോയിരുന്നു, ഒരു സ്വാമിജി വരുന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജോൻ്റെ വീട്ടിലൊക്കെ ഒരു മന്ത്രവാദി വന്നിരുന്നു. ജോൻ്റെ അച്ഛനൊന്നും അറിഞ്ഞില്ലായിരുന്നു. അങ്ങനെ വന്നിരുന്നു. ജോൻ്റെ അച്ഛന് എന്താപ്പാ, അല്ല നിങ്ങളെ വൈഫ് എന്നെ വരുത്തിയായിരുന്നു എന്ന് പറഞ്ഞു. ജോൻ്റെ നിങ്ങളെ വീട്ടിലെ കല്യാണം നടക്കാൻ പോകുന്നുണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ടപ്പാ. അതൊക്കെ നോക്കാൻ വന്നത് നിങ്ങളെ വൈഫ് എൻ്റെ വീട്ടുകാരെ പറഞ്ഞയച്ചതാ എന്ന് പറഞ്ഞായിരുന്നു. മോക്ക് കല്യാണം അതുകൊണ്ട് നന്നായിട്ട് നടക്കത്തെന്ന് പറഞ്ഞു പറഞ്ഞതാ. ആ നിങ്ങളെ ജോ എവിടെയാണ്? ഞാൻ ജോൻ്റെ അച്ഛനും നോക്കിയായിരുന്നു. ജോൻ്റെ ജാതകം നോക്കി കല്യാണം കഴിക്കുക. ചെക്കൻ്റെ വീട്ടുകാർ വന്നിരുന്നു. ചെക്കൻ്റെ ജാതകം നോക്കി. അയ്യോ അപുസുഖം എന്താ പറയണമ്മ? ഗുരുജി പറയായിരുന്നു, അയ്യോ നിങ്ങളെ മോക്ക് ഇവനക്ക് സെറ്റാവില്ല. അത് മതി. ഗ്രാമത്തിലുള്ള ഷോക്കായിരുന്നു. എന്താ നിങ്ങളെ മോന് ഇവളെ കല്യാണം കഴിച്ചാൽ നിങ്ങളെ ഫാമിലി എല്ലാവരും മണ്ട പറഞ്ഞ് നിങ്ങളെല്ലാവരും മരിക്കും. അത് മാത്രമല്ല നിങ്ങളെല്ലാവരും ഇരിക്കല്ലേ നിങ്ങളൊക്കെ ബാധ പിടിക്കും എന്ന് പറയുന്നത്. ബാധ പിടിച്ച് എല്ലാവരും പോകും. അത് മാത്രമല്ല നിങ്ങളുടെ മകനക്ക് ദോഷമുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. നിങ്ങളെ മോനിക്ക് ദോഷം, ഇവളെ കല്യാണം കഴിച്ചാൽ നിങ്ങളെ മകനിക്ക് ദോഷം ഇവൾക്ക് വരും എന്ന് പറഞ്ഞ്. അത് മാത്രം നിങ്ങൾക്ക് മകന് കല്യാണം കഴിക്കാൻ പറ്റില്ല, ഈ കുട്ടീനെ നിങ്ങൾക്ക് ദോഷമുണ്ട് നിങ്ങളെ മകനിക്ക് എന്ന് പറയായിരുന്നു. അതെ, ഇവളെ കല്യാണം കഴിക്കാൻ ഇവിടെയുള്ള ആരും കല്യാണം കഴിക്കാൻ ഇവൾക്കൊരു ദോഷനുണ്ട് എന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഈ ഗ്രാമത്തലവനക്ക് പേടിയായിരുന്നു. എന്താ ദോഷനാ? അതെ ഇവന് കല്യാണം കഴിക്കാനാ അപ്പുറത്തെ വീട്ടിൽ ഗ്രാമത്തലവൻ്റെ മകളെ കല്യാണം കഴിക്കോളൂ എന്ന് പറഞ്ഞാൽ. അവൻ്റെ വീട് ഒരുപാട് ചേഞ്ച് ആയിരുന്നു. അതെ, ഇവന് ഒരുപാട് പാവങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പുറത്തെ ഗ്രാമത്തലവൻ്റെ മകളെ ഇവൻ ചീറ്റ് ചെയ്തായിരുന്നു. ആ കുട്ടി ഇപ്പം പെണ്ണിട്ടാണ് എന്ന് പറഞ്ഞു. അവൻ്റെ അച്ഛനൊക്കെ ഷോക്കായിരുന്നു. അതെ, ഇതിൽ കാണുന്നുണ്ടു ഇവന് ഒരുപാട് പാവങ്ങൾ ചെയ്തിട്ടുണ്ട്. അവൾക്ക് മാരേജ് കഴിക്കും. പിന്നെ അപ്പർ സൈഡ് ഗ്രാമത്തലവൻ്റെ മകളെ കൂടെ കല്യാണം കഴിച്ചു വരുന്നു. ഇപ്പം കല്യാണം ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ദോഷങ്ങൾ ഉണ്ടാവും. ഇത്ര വയസ്സ് അവന് കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞായിരുന്നു. ഹീറോയുടെ ഫ്രണ്ടിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ എല്ലാ പണി കഴിഞ്ഞ് ഹീറോയുടെ അമ്മ അയ്യോ ഇത്ര ആക്ടിങ് ചെയ്യണോ? അങ്ങനെ ഹീറോയുടെ എല്ലാ വീട്ടിലും പറഞ്ഞു പോയായിരുന്നു ഇപ്പോൾ ഇവരെ കല്യാണം കഴിപ്പിക്കാൻ പാടില്ല എന്ന്. ഹീറോയ്ക്ക് സമാധാനമായിരുന്നു.